എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു കോമൺ സ്വഭാവമുണ്ട്. പരീക്ഷ അടുക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ക്ലാസ് തുടങ്ങുമ്പോഴോ നമ്മൾ വല്ലാത്തൊരു ആവേശത്തിലായിരിക്കും. നേരെ ഒരു പേപ്പർ എടുക്കും, സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് അടിപൊളി ബോർഡൊക്കെ വരച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ടൈം ടേബിൾ അങ്ങ് ഉണ്ടാക്കും. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, 4:05 പഠിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ മിനിറ്റുകൾ വെച്ചായിരിക്കും പ്ലാനിങ്. പക്ഷേ സത്യം പറയട്ടെ, ആവേശത്തിലുണ്ടാകുന്ന ആ ടൈം ടേബിൾ പരമാവധി പോയാൽ 2 ദിവസം. 3-ാം ദിവസം അത് നോട്ട്ബുക്കിൻ്റെ ഇടയിലോ മതിലിലോ വെറുതെ ഇരിക്കും. നമ്മൾ പഴയപടി ഫോണിലും കളികളിലുമായി പോവും, അല്ലേ? ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. എന്തുകൊണ്ടാണ് ടൈം ടേബിൾ പാളിപ്പോകുന്നത്? നമ്മൾ റോബോട്ടുകളല്ല, കൃത്യം സെക്കൻഡ് വെച്ച് ജീവിക്കാൻ. അതുകൊണ്ടാണ് പലപ്പോഴും ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ പഠനത്തിൽ ഒരു പ്ലാനിംഗ് ഇല്ലെങ്കിൽ എപ്പോഴാണ് ഹോംവർക്ക് ചെയ്ത് തീർക്കേണ്ടതെന്നോ എപ്പോഴാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതെന്നോ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. ഒടുവിൽ പരീക്ഷാ തലേന്ന് ഉറക്കമിളച്ചിരുന്ന് കരയേണ്ടി വരും. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള PSCക്ക് പഠിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ PSC ആസ്പിരൻസിനാണെങ്കിലും സ്വന്തമായി എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കാമെന്നും അത് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുമാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വല്ലാതെ വരിഞ്ഞു മുറുക്കാത്ത എന്നാൽ വളരെ പ്രാക്ടിക്കലായ ഒരു ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ PSCക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ആളുകൾക്കാണെങ്കിലും രണ്ടുപേർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ പറയുന്നത്. ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ ടൈം ടേബിളിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ ടൈം ടേബിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഒന്നാമത്തതാണ് മടി മാറ്റുക എന്നുള്ളത്. അതായത് ആൻറ്റി ലേസി ടൂളായിട്ട് നമുക്ക് ടൈം ടേബിളിന് ഉപയോഗിക്കാം. അതായത് ഇന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നതും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മാത്സിലെ ഒരു ചാപ്റ്റർ തീർക്കാമെന്ന് എഴുതി വെക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ഒരു ടാർഗറ്റ് മുന്നിലുള്ളപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പഠിക്കാൻ ഇരുന്നു പോകും. രണ്ടാമത്തേതാണ് സമാധാനത്തോടെയുള്ള ഉറക്കം. എല്ലാം അവസാനത്തേക്ക് മാറ്റി വയ്ക്കാതെ കൃത്യമായി ചെയ്തു തീർത്താൽ രാത്രി കിടക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമുണ്ടാകും. ആ ഒരു സമാധാനമുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. മൂന്നാമത്തേതാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിന് സമയം കിട്ടുമെന്നുള്ളത്. സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് സമയം, 1 മണിക്കൂർ 1.5 മണിക്കൂർ കളിക്കാൻ, നമ്മൾ പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയം കൂടെ നമ്മുടെ ടൈം ടേബിൾ ഉൾപ്പെടുത്തണം. ഓക്കെ, അതായത് ടൈം ടേബിൾ എന്ന് വെച്ചാൽ വെറുതെ പഠിത്തം മാത്രമല്ല, കൃത്യമായി പഠിച്ചു തീർത്താൽ ബാക്കി സമയം നമുക്ക് യാതൊരു കുറ്റബോധവുമില്ലാതെ ഫോൺ ഉപയോഗിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒക്കെ പറ്റും. നമുക്ക് വേണ്ടത് സ്മാർട്ട് പ്ലാൻ ആണ്. പഠിത്തത്തിനിടയിൽ കൃത്യമായ ബ്രേക്കും കളിച്ചിരികളും ഇതിലുണ്ട്. നമ്മൾ വിചാരിക്കും പോലെ ഇതൊരു ജയിൽ ശിക്ഷയല്ല, മറിച്ച് നമ്മുടെ സമയം എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള വഴികാട്ടിയാണ്. അപ്പോൾ ഇനി വെറുതെ സമയം കളയാതെ കയ്യിലുള്ള ആ പേനയും ഡയറിയും എടുത്ത് നമുക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാം. വെറും 2 ദിവസം മാത്രമല്ല, ഈ വർഷം മുഴുവൻ ഇത് ഇങ്ങനെ കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ കയ്യിലുള്ള പഴയ പേപ്പർ ടൈം ടേബിൾ മാറ്റിവെച്ച് കുറച്ചുകൂടി പ്രായോഗികമായി എങ്ങനെ കാര്യങ്ങൾ നീക്കാമെന്ന് നോക്കാം. വെറുതെ കുറേ കോളങ്ങൾ വരച്ചുണ്ടാക്കുന്ന ഒന്നല്ല നമുക്ക് വേണ്ടത്. ജീവിതം ആസ്വദിച്ച് തന്നെ എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളായി തിരിക്കാം. 1 മാസ്റ്റർ പ്ലാൻ, ദ ബിഗ് പിക്ചർ. 2 ദ ഡെയിലി ടു ഡു ലിസ്റ്റ് അഥവാ ദ സീക്രട്ട് വെപ്പൺ. നമുക്കിനി ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതായത് എന്താണ് മാസ്റ്റർ പ്ലാൻ എന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ദിവസത്തിൻ്റെ ഒരു രൂപരേഖയാണ്. എപ്പോഴൊക്കെയാണ് നമുക്ക് സമയം കിട്ടുന്നത് എന്നതിൻ്റെ ഒരു ഗ്രാഫ്. ഇനി ആ ഐഡിയൽ പ്ലാൻ എന്താണ് എന്ന് ഇഴകീറി പരിശോധിക്കാം. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു ഹൗസ് വൈഫാണ്, ഒരു 1.5 വയസ്സുകാരൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുന്നത് വളരെ കുറച്ചായിരിക്കും. പക്ഷേ ആ കിട്ടുന്ന സമയം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ നിങ്ങളൊരു സ്കൂളിൽ പോകുന്ന ഒരാളാണെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുൻപും സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷവും നമുക്ക് കുറച്ച് സമയം കിട്ടും. ആ സമയമാണ് നമ്മൾ ടൈം ടേബിളിലേക്ക് ഉപയോഗിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാത്രി ഒരു 12 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. എനിക്ക് മറ്റ് പണികളൊന്നും വീട്ടിൽ ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ എനിക്ക് എഴുന്നേറ്റ ഉടനെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടൈം ടേബിൾ ഒരു 9 മണി ടു 10 മണി 1 മണിക്കൂർ പഠനവും, അതിനുശേഷം പിന്നീട് മോനെ കൂടെയുള്ള സമയം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം മോനെ കുളിപ്പിച്ച് മോനെ ഉറങ്ങുമ്പോൾ ഒരു 11:30 മണിയാവും. ഒരു 11:30 തൊട്ട് എനിക്കൊരു 1 മണി വരെയൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും.
അവൻ ചിലപ്പോൾ ഇടയ്ക്ക് എഴുന്നേക്കും, എന്നാലും അതിനിടയിലൊക്കെ പോയി എനിക്ക് എങ്ങനെയാണെങ്കിലും ഒരു 1.5 മണിക്കൂർ അവിടെ നിന്ന് എനിക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ ഒരു 2 മണിക്കൂറാണ് എനിക്ക് രാവിലെ പഠിക്കാൻ കിട്ടാറ്. 2-2.5 മണിക്കൂർ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഞാൻ എൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ. ഇനി നിങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 9 മണിക്കായിരിക്കും സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങളൊരു 8 മണിക്ക് അല്ലെങ്കിൽ 8:30 ശേഷം നമ്മൾ റെഡിയാവാൻ തുടങ്ങിയാൽ മതിയാകും. അപ്പോൾ ഒരു 6 മണിക്കോ 7 മണിക്കോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മണിക്കൂർ പഠിക്കാൻ കിട്ടും. ഈ രീതിയിൽ വേണം നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എടുക്കാൻ. നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ ആകെ തളർന്നിട്ടുണ്ടാകും. ആ സമയത്ത് വന്ന് വീണ്ടും പുസ്തകം തുറന്നാൽ ഒന്നും തലയിൽ കയറില്ല. അതുകൊണ്ട് ധൈര്യമായി ഭക്ഷണം കഴിച്ച് ഒന്ന് മയങ്ങിക്കോളൂ. ഒരു കുഞ്ഞു ഉറക്കം, പവർ നാപ്പ്, വൈകുന്നേരത്തെ പഠനത്തിന് വലിയ ഊർജ്ജം നൽകും. ഇത് നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും നമുക്ക് ഉറക്കം എന്നുള്ളത് അല്ലെങ്കിൽ നാപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അതിന് ശേഷം കിട്ടുന്ന സമയങ്ങൾ നമ്മൾ കുറച്ച് ലഘുവായ കാര്യങ്ങൾ ചെയ്യാൻ മാറ്റിവെക്കാം. അതായത് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സമയമായിട്ട് ഈ ഒരു സമയത്തെ കണക്കാക്കാം. അതിനുശേഷം കുറച്ച് നേരം നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം ഉണ്ടാവണം. അത് പുറത്ത് പോയി കളിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് മൊബൈൽ ഫോണിലൊക്കെ നോക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ ചില റീൽസൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയൽ കാണും. അങ്ങനെയുള്ള സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 മണിക്കൂർ നമ്മൾ തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ മാറ്റി വെക്കേണ്ടതാണ്. രാത്രി 7:30 മണി മുതൽ 9 മണി വരെയും പിന്നീട് 10 മുതൽ 11:30 വരെയും ഉള്ള സമയം, ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അവിടെ നമുക്കൊരു ഡീപ്പ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാവുന്നതാണ്. ഈ 1.5 മണിക്കൂർ വീതമുള്ള 2 സെക്ഷനുകൾക്കിടയിൽ ഡിന്നർ ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, ഉദാഹരണത്തിന് മാത്സ് അല്ലെങ്കിൽ സയൻസ്, നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ട് അത് ഈ സമയത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ചുറ്റുപാടും ബഹളങ്ങളില്ലാത്ത ശാന്തമായ സമയമാണിത്. ഇനി ഉറക്കം, നമ്മൾ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്നത്. അത് പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ മറ്റേ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ദിവസം 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കം മസ്തിഷ്കത്തിന് നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ ഡെയിലി ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടെങ്കിലും അത് വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന ടു ഡു ലിസ്റ്റ് വേണം. അതായത് ഓരോ ദിവസവും കൃത്യമായി എന്ത് ചെയ്യണമെന്ന് തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ രാവിലെ പഠിക്കാനിരിക്കുന്നതിന് മുൻപോ എഴുതി വെക്കണം. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. പണ്ടൊക്കെ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് വെറുതെ ഇന്ന് മാത്സ് പഠിക്കും അല്ലെങ്കിൽ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും എന്ന് മാത്രം വിചാരിച്ചിരിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഏത് ചാപ്റ്റർ തുടങ്ങണം, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാലോചിച്ച് അരമണിക്കൂർ പോകും. ഒടുവിൽ പഠനം ബോറടിച്ച് നിർത്തും. ഇങ്ങനെയുള്ള ഈ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. എന്നാൽ അതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, പിന്നീട് മാത്സിൽ എക്സസൈസ് 2-1 അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഹിസ്റ്ററി പാഠത്തിലെ ലാസ്റ്റ് 2 പാരഗ്രാഫ് വായിക്കും, സയൻസിലെ ഇന്ന കാര്യം പഠിക്കും, ഇന്ന് കൃത്യമായിട്ട് സയൻസിലെ പവർ എന്നുള്ള ചാപ്റ്റർ വായിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് ടു ദ പോയിൻ്റ് എഴുതുവാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഒരു എനർജി കിട്ടുന്നത്. ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി ഓരോന്ന് തീരുമ്പോഴും അതിൽ ടിക്ക് ഇടുന്നത് വല്ലാത്തൊരു സുഖമാണ്. അത് തരുന്ന കോൺഫിഡൻസ് അടുത്ത കാര്യം വേഗത്തിൽ തീർക്കാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അവസാനവട്ട പ്ലാനിങ് എന്നുള്ളത്. അതായത് കിടക്കുന്നതിന് മുൻപുള്ള ഈ 30 മിനിറ്റ് നിങ്ങളുടെ അടുത്ത ദിവസം അടിപൊളിയാക്കാനുള്ളതാണ്. അടുത്ത ദിവസത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു ദിവസം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് തിരക്ക് പിടിച്ച് ഇതിന് പിന്നാലെ ഓടേണ്ടി വരില്ലല്ലോ. അപ്പോൾ ആ സമാധാനത്തിൽ സുഖമായി ഉറങ്ങാൻ സാധിക്കും. ടൈം ടേബിൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ അത് ഫോളോ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പാളിപ്പോകാതിരിക്കാൻ ചില പ്രായോഗികമായ വഴികൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി എന്തൊക്കെയാണ് ഈ വഴികൾ എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് സ്പെസിഫിക് ആയിരിക്കുക എന്നുള്ളത്. അതായത് ഡോണ്ട് ബി വേഗ്. അതായത് പലരും ടു ഡു ലിസ്റ്റിൽ മലയാളം പഠിക്കണം അല്ലെങ്കിൽ ഫിസിക്സ് നോക്കണം എന്ന് എഴുതി വെക്കും. അത് കണ്ടാൽ മനസ്സിന് ഒരു മടി തോന്നും. കാരണം എവിടെ തുടങ്ങണം എന്ന് നിശ്ചയമില്ല. അതിന് പകരം ഫിസിക്സ് പേജ് നമ്പർ 22-ലെ 3 പ്രോബ്ലം ചെയ്യണം എന്ന് കൃത്യമായി എഴുതുക. പണ്ട് ലിസ്റ്റ് എഴുതി വെച്ചിട്ട് നോക്കുമ്പോൾ മാത്സ് ഒന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. പുസ്തകം തുറക്കുമ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷൻ വരും. എന്നാൽ പേജ് നമ്പർ ഉൾപ്പെടെ എഴുതി തുടങ്ങുമ്പോൾ ആ കൺഫ്യൂഷൻ മാറി ടാസ്കുകൾ വേഗം തീരാൻ തുടങ്ങി. രണ്ടാമത്തേതാണ് ഫോൺ എന്ന വില്ലൻ. പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ അടുത്തുണ്ടാകുന്നത് പണി പാളാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഒരു ഇൻസ്റ്റാഗ്രാം മെസ്സേജോ യൂട്യൂബ് നോട്ടിഫിക്കേഷനോ വന്നാൽ തീർന്നു. ആ ഒരു റിപ്ലൈ കൊടുക്കാൻ എടുക്കുന്ന
ഫോൺ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ താഴെ വയ്ക്കൂ. പഠിക്കുന്ന സമയത്ത് ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇടുകയോ അല്ലെങ്കിൽ വേറൊരു മുറിയിൽ കൊണ്ടുപോയി വെക്കുകയോ ചെയ്യുക. കാൽക്കുലേറ്റർ നോക്കാൻ ഫോൺ എടുക്കരുത്. ഒരു ഫിസിക്കൽ കാൽക്കുലേറ്റർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നില്ല, നമ്മൾ എഴുതി തന്നെയാണ് കണക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യവും വരുന്നില്ല. ഇനി മൂന്നാമത്തേതാണ് വീട്ടുകാരെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് കടയിൽ വരെ ഒന്ന് പോയി വാ, അല്ലെങ്കിൽ മീനൊന്ന് നോക്കിക്കേ എന്നൊക്കെ വിളി വരുന്നത്. ഇത് ഒഴിവാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളുടെ ടൈം ടേബിൾ ഹാളിലോ ഫ്രിഡ്ജിൻ്റെ പുറത്തോ ഒട്ടിച്ചു വയ്ക്കുക. പഠന സമയം എന്ന് എഴുതിയ സമയം വീട്ടുകാർ കാണുമ്പോൾ അവർ നിങ്ങളെ ശല്യം ചെയ്യില്ലെന്ന് മാത്രമല്ല, അവൾ അല്ലെങ്കിൽ അവൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ എന്നൊരു പോസിറ്റീവ് ഇമേജ് കൂടി വരും. നാലാമത്തേതാണ് നിങ്ങൾക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുക്കുക, അഥവാ സെൽഫ് റിവാർഡ്. നമ്മളെപ്പോഴും റിവാർഡുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ 3 ചാപ്റ്റർ തീർത്താൽ എനിക്ക് അരമണിക്കൂർ ഫുട്ബോൾ കളിക്കാം, അല്ലെങ്കിൽ എനിക്ക് അരമണിക്കൂർ ഫോൺ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് മാച്ച് തീർത്താൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ചോക്ലേറ്റ് കഴിക്കാം എന്ന് സ്വയം തീരുമാനിക്കുക. ഈ ലക്ഷ്യം മുന്നിലുള്ളപ്പോൾ നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ പഠിച്ചു തീർക്കും. ആ ജോലി തീർത്ത ശേഷം കിട്ടുന്ന ആ റിവാർഡിന് ഒരു പ്രത്യേക മധുരമുണ്ടായിരിക്കും. മറ്റൊരു കാര്യമാണ് പാട്ട് കേട്ട് പഠിക്കണോ എന്നുള്ളത്. പലരും ചോദിക്കുന്ന ഒന്നാണ് പാട്ട് കേട്ട് പഠിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന്. സത്യത്തിൽ പറഞ്ഞാൽ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പകുതി അങ്ങോട്ടേക്ക് പോകും, പ്രത്യേകിച്ച് വരികളുള്ള പാട്ടുകൾ. ബ്രെയിനിന് ഒരേ സമയം 2 കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. എഴുതാൻ മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കേൾക്കാം, പക്ഷേ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ പാട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. എത്ര വലിയ ടൈം ടേബിൾ ഉണ്ടാക്കിയാലും അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ ആഗ്രഹം അഥവാ വിൽ പവർ തന്നെയാണ് പ്രധാനം. ഇടയ്ക്ക് വല്ലാത്ത മടി തോന്നും, പഠിത്തം നിർത്തി എഴുന്നേറ്റ് പോകാൻ തോന്നും. ആ സമയത്ത് എന്തിനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ആലോചിക്കുക. നിങ്ങളുടെ ലക്ഷ്യവും അത് നേടിക്കഴിയുമ്പോഴുള്ള സന്തോഷവും ഓർക്കുക. ആ ഒരൊറ്റ ചിന്ത നിങ്ങളുടെ മടിയെ തുരത്താൻ സഹായിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി എളുപ്പമാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കൂ. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ബൈ.